ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഋതുസ് ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സാധാരണ ഒരു തയ്യൽ മെഷീനിൽ എങ്ങനെയാണ് നൂല് ചുറ്റിയെടുക്കുന്നതെന്നും അതുപോലെ തന്നെ ബോബിനിൽ എങ്ങനെയാണ് നൂല് ചുറ്റിയെടുക്കുന്നതെന്നും നോക്കാം. തുടക്കക്കാർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി നമുക്ക് എങ്ങനെയാണ് മെഷീനിൽ നൂല് ചുറ്റിയെടുക്കുന്നതെന്ന് കാണാം. ആദ്യം നമുക്ക് നൂലിട്ട് കൊടുക്കാം. ഇതാണ് നൂലിടാനുള്ള സ്പൂള്. ഇവിടെ വേണം നമ്മൾ നൂലിട്ട് കൊടുക്കാൻ. ഇനി ഇവിടെ കാണുന്ന ഒരു പോർഷനില്ലേ, ആ പോർഷൻ്റെ കുഴിവിലൂടെ നൂലിനെ കടത്തിയെടുക്കണം. അതിനുശേഷം നേരെ താഴെ ഈ കാണുന്ന ഭാഗം ഇതിനിടയിലൂടെ നൂലിനെ ചുറ്റിയെടുക്കണം. ഇങ്ങനെ ചുറ്റിയെടുത്ത നൂലിനെ ഞാൻ തൊട്ട് കാണിക്കുന്ന ഒരു പാർട്ടില്ലേ, അതിൻ്റെ ഉള്ളിലൂടെ ഒരിക്കലും നൂല് ചുറ്റിയെടുക്കരുത്. അതിൻ്റെ മുകളിലൂടെ വേണം നൂലിനെ നമുക്ക് മുകളിലേക്ക് എടുക്കാൻ. അതിനുശേഷം നമുക്ക് നൂലിനെ ഈ കാണുന്ന പാർട്ടിൻ്റെ ഹോളിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. ഇനി നൂലിനെ ഇവിടെ ഒരു ഭാഗം കണ്ടില്ലേ, ഈ ഭാഗത്തിൻ്റെ സൈഡിലൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിനുള്ളിലൂടെ നൂലിനെ നമുക്ക് അവിടേക്ക് കടത്തി കൊടുക്കാം. നൂലിനെ ആ ഹോളിനുള്ളിലൂടെ കടത്തിയെടുത്തിട്ടുണ്ട്. ഇനി നേരെ താഴെ നമ്മുടെ സൂചിയുടെ അടുത്തായിട്ട് പോലെ വളഞ്ഞിരിക്കുന്ന ഒരു കമ്പിയുണ്ട്. ആ കമ്പിൻ്റെ ഇടയിലേക്ക് നൂലിനെ കയറ്റി കൊടുക്കണം. ഇനി സൂചിയിലേക്ക് നൂല് കോർക്കാം. അതിനു മുൻപ് എങ്ങനെയാണ് സൂചി മെഷീനിൽ ഇടുന്നതെന്ന് കൂടി കാണാം. ഞാനിവിടെ ഓൾറെഡി സൂചി മെഷീനിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് അഴിച്ചിട്ട് എങ്ങനെ ഇടുന്നതെന്ന് കാണിച്ചു തരാം. ഒരു വശം മാത്രം പരന്ന സൂചിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഈ പരന്ന വശം വലതുവശത്തേക്ക് വരുന്ന രീതിയിൽ മുകളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കണം. എന്നിട്ട് സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ കൈകൊണ്ട് തന്നെയാണ് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താലും മതിയാവും. ഇനി സൂചിയിലേക്ക് നൂല് കോർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സൂചിയിൽ നൂല് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ നൂലിനെ ഇവിടെ കാണുന്ന ഫുട്ടിൻ്റെ ഇടയിലൂടെയുള്ള ഗ്യാപ്പിലൂടെ നൂലിനെ ഇട്ട് ബാക്കിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു മെഷീനിൽ നൂല് ചുറ്റുന്ന രീതി. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഭാഗത്തുകൂടെയും കറക്റ്റായിട്ട് നൂല് കടത്തി വിട്ടാൽ മാത്രമേ സ്റ്റിച്ച് നന്നായിട്ട് വരുള്ളൂ. അടുത്തതാണ് ബോബിനും കേസും. ഇനി ബോബിനിൽ എങ്ങനെയാണ് നൂല് ചുറ്റിയെടുക്കുന്നതെന്നും കൂടി നോക്കാം. ഞാനിവിടെ ഒരു പെന്നിൻ്റെ ഫില്ലർ വെച്ചിട്ടാണ് ബോബിനിൽ നൂല് ചുറ്റിയെടുക്കുന്നത്. ഓൾറെഡി ഇവിടെ നൂല് ചുറ്റി വെച്ചിട്ടുണ്ട്. ബോബിനിൽ നൂല് ചുറ്റാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് സൂചിയിൽ നിന്ന് നൂല് ഊരിയെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ബോബിനിൽ നൂല് ചുറ്റിയതിന് ശേഷം മെഷീനിൽ നൂലിടുന്നതായിരിക്കും നല്ലത്. ഇനി ബോബിനിൽ ചെറുതായിട്ടൊന്ന് നൂല് ചുറ്റി കൊടുക്കാം. ഇതേപോലെ ഒന്ന് നൂല് ചുറ്റിയതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള ഫില്ലറോ അല്ലെങ്കിൽ ഇറുക്കിലോ വെച്ച് ഈ ബോബിൻ്റെ ഹോളിലൂടെ ഇട്ട് നൂല് ചുറ്റിയെടുക്കാം. ഞാനിവിടെ മെഷീൻ്റെ വീലിൽ വെച്ചിട്ടാണ് നൂല് ചുറ്റിയെടുക്കുന്നത്. ഇങ്ങനെ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് നൂല് ചുറ്റിയെടുക്കാവുന്നതാണ്.
ഇങ്ങനെ നൂല് ചുറ്റിയെടുത്ത ബോബിനെ ഇനി നമുക്ക് കേസിനുള്ളിലേക്ക് ഇടാം. വീഡിയോയിൽ കാണുന്നത് പോലെ കേസിനുള്ളിലേക്ക് ബോബിൻ വെച്ചിട്ട് നൂല് അതിനിടയിലൂടെയുള്ള ഗ്യാപ്പിൽ കൂടെ കയറ്റിയെടുക്കുക. ബോബിനിലും മെഷീനിലും നൂലിടുന്നത് എങ്ങനെയാണെന്ന് കണ്ടു കഴിഞ്ഞു. ഇനി ഈ ബോബിനെ ഈ മെഷീൻ്റെ ഈ കാണുന്ന പ്ലേറ്റ് അല്പം നീക്കി അതിനുള്ളിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരാം.